ഇപ്പോൾ VS അനു കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അനു, മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരുന്നു ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ ഒരു സാന്നിധ്യം. മുഖ്യമന്ത്രി എന്തു പറയും എന്നുള്ളത് വലിയ ആകാംക്ഷയോട് കൂടിയാണ് നമ്മളെല്ലാവരും നോക്കി കാണുകയും ചെയ്തത്. നിശ്ചിതമായ വിമർശനമുണ്ടായിരുന്നു. മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ദിശാബോധം പങ്കുവെക്കുകയും ചെയ്തു. എങ്ങനെയാണ് മുഖ്യമന്ത്രി പറഞ്ഞതിനെ ഒന്ന് സംഗ്രഹിക്കുക അനു? ബില്ലിൽ സൂചിപ്പിച്ചപ്പോൾ തന്നെ മുഖ്യമന്ത്രി എന്ത് പറയും എന്നുള്ളത് ഇന്നത്തെ ആഗോള അയ്യപ്പ സംഗമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവരും ഉറ്റുനോക്കിയ ഒരു കാര്യമാണ്. വളരെ കൃത്യമായി അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. അത് ഒന്ന്, ഈ ആഗോള അയ്യപ്പ സംഗമം എന്നത് പെട്ടെന്നൊരു നാൾ തീരുമാനിച്ചതല്ല. അതിന് കൃത്യമായ കൂടിയാലോചനകളുടെ ഭാഗമായി, അല്ലെങ്കിൽ ശബരിമലയുടെ ഒരു സമഗ്ര വികസനത്തിന് വേണ്ടി നടപ്പിലാക്കുന്ന ഒരു പരിപാടിയുടെ ആദ്യ ഘട്ടം എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല, ഈ പരിപാടിക്കെതിരെ ഹൈക്കോടതിയിലടക്കം പോയവരെ അത് നിശ്ചിതമായി മുഖ്യമന്ത്രി ഇന്ന് വിമർശിക്കുകയും ചെയ്തു. ഭക്തർ ആരാണ് എന്ന് അദ്ദേഹം ഇന്ന് ഭഗവത്ഗീത ഉദ്ധരിച്ചുകൊണ്ട്, അതിലെ സൂക്തങ്ങൾ പറഞ്ഞുകൊണ്ട്, ആരാണ് ഭക്തർ എന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയ ആളുകളെ അദ്ദേഹം വിമർശിച്ചത്. അതായത് RSSനെ, സംഘപരിവാറിനെ ഒരു പരോക്ഷമായി വിമർശിക്കുന്ന നിലപാട് ഇന്ന് മുഖ്യമന്ത്രി സ്വീകരിച്ചു. മാത്രമല്ല, ഇത് ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങളെ, അല്ലെങ്കിൽ അത്തരം വാർത്തകൾ ഉണ്ടാക്കി വിടുന്നവരെയും അദ്ദേഹം അതിനിശ്ചിതമായി വിമർശിച്ചു. ദേവസ്വം ബോർഡ് നിന്നുള്ള പണം, അത് ക്ഷേത്രങ്ങളിൽ നിന്നുള്ള പണം സർക്കാർ എടുത്തുകൊണ്ട് പോകുന്നു, അങ്ങനെയുള്ള വ്യാജ പ്രചാരണങ്ങൾ വളരെ കുറേ കാലമായി നടക്കുന്നുണ്ട്. എന്താണ് ഇവരുടെ ഉള്ളിലെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കണം. പക്ഷേ സർക്കാരിനെതിരെ ഒരു നനഞ്ഞ പടക്കമെങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഇത്തരം ആരോപണങ്ങൾ ദുഷ്ടലാക്കോടുകൂടി പ്രചരിപ്പിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞു വയ്ക്കുന്നത്. മാത്രമല്ല, ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി, അല്ലെങ്കിൽ അതുപോലെ ഒരു ന്യൂനപക്ഷ സംഗമം നടത്താൻ വേണ്ടി സർക്കാർ പോകുന്നു എന്നൊരു വ്യാജ വാർത്ത ഉണ്ടാക്കി. അത് അദ്ദേഹം പറയുന്നത് സംസ്ഥാനത്ത് നടത്താൻ ഉദ്ദേശിക്കുന്ന, അതായത് അടുത്ത വർഷം നടത്താൻ ഉദ്ദേശിക്കുന്ന 33 സെമിനാറുകളിൽ ഒരെണ്ണം മാത്രമാണ് ന്യൂനപക്ഷ വകുപ്പ് സംഘടിപ്പിക്കുന്നത്. അതിനെപ്പോലും തെറ്റായ വാർത്തയായി പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമം നടക്കുന്നുണ്ട്. അത് ആരാണ്, എന്തുകൊണ്ടാണ് ചെയ്യുന്നത് എന്ന് സാധാരണ ജനങ്ങളും ഭക്തരും മനസ്സിലാക്കണമെന്ന് അദ്ദേഹം പറയുന്നു. ഏതായാലും ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് എതിരായ പ്രവർത്തനങ്ങളെ അതിരൂക്ഷമായ ഭാഷയിൽ മുഖ്യമന്ത്രി വിമർശിച്ചു. അതേസമയം മതാതീത കേന്ദ്രമാണ് ശബരിമല, അതായത് അന്യത എന്നത് ഇല്ലാത്ത, അപരൻ എന്നൊന്നില്ലാത്ത, എല്ലാം ഏകമാകുന്ന, എല്ലാം ഒന്നാകുന്ന തത്വമസി എന്ന മഹാസങ്കല്പം അത് പറയുന്ന ഇടമാണ് ശബരിമല. അതുകൊണ്ട് തന്നെ ശബരിമല ഇനിയും വളരേണ്ടതുണ്ട്. അതിനുവേണ്ട സമഗ്രമായ കാഴ്ചപ്പാട് ഇന്നത്തെ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് മുഖ്യമന്ത്രി പങ്കുവച്ചത്. അനു, മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ ഏറ്റവും പ്രധാനമായ മറ്റൊരു കാര്യം, അനു സമഗ്രമായി മറ്റു കാര്യങ്ങളിലേക്ക് പോയി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വർഷങ്ങളായി ഇവിടുത്തെ നമ്മുടെ സാമൂഹിക പരിസരങ്ങളിൽ ഉയർന്നു കേൾക്കുന്ന ഒരു വ്യാജ പ്രചാരണത്തിന് മുഖ്യമന്ത്രി വളരെ കൃത്യമായ മറുപടി നൽകി. അതായത് PS പ്രശാന്ത് തുടക്കത്തിലെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു, സർക്കാർ ദേവസ്വം ബോർഡിന്റെ പണം എടുത്തുകൊണ്ട് മറ്റേതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നില്ല. സർക്കാരിന്റെ വരവ് ചെലവ് കണക്കുകൾ ക്രമപ്പെടുത്തുന്നതിന് വേണ്ടി ആ പണം ചെലവഴിക്കുന്നില്ല. സർക്കാർ ഇങ്ങോട്ട് ധനസഹായം നൽകുന്നു. അതിനെ കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്ത് വളരെ വിശദമായ മറുപടിയാണ്. എങ്ങനെയാണ് ദേവസ്വം ബോർഡുകളെ സർക്കാർ സഹായിക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ നടത്തിപ്പ്, അതിൻ്റെ സുതാര്യതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള സാധ്യതകൾ ഒരുപാട് ബാക്കി ഇപ്പോഴും സാധാരണക്കാരായ മനുഷ്യർക്കിടയിൽ നിൽക്കുന്ന ഒരു വിഷയത്തിൽ വളരെ കൃത്യമായ ഒരു മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായി അല്ലേ? തീർച്ചയായും നമുക്കറിയാം, ഈ ദേവസ്വം അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള പണം, പ്രത്യേകിച്ച് ശബരിമലയിലെ പണമെടുത്ത് സർക്കാർ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപം, അല്ലെങ്കിൽ അത്തരം ഒരു പ്രചാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രത്യേകിച്ച് ഈ സംഘപരിവാര ഹാൻഡിലുകളൊക്കെ നടത്തുന്നുണ്ട്. നമുക്കറിയാം, ശബരിമലയിലേക്ക് പണം കൊടുക്കരുത്, ദക്ഷിണ നൽകരുത് എന്നടക്കമുള്ള പ്രചാരണം പോലും ഉണ്ടായിരുന്നു. പക്ഷേ എന്താണ് വസ്തുത? ഈ ശബരിമല പോലെയുള്ള ചുരുക്കം ചില ദേവസ്വം ക്ഷേത്രങ്ങളിൽ നിന്ന് മാത്രമേ വരുമാനം കൂടുതലായി വരുന്നുള്ളൂ. മറ്റ് ക്ഷേത്രങ്ങളൊക്കെ വലിയ പ്രതിസന്ധിയിലാണ്. അവിടേക്കാണ് ഈ പണം പോകുന്നു എന്ന് മാത്രമല്ല, സർക്കാർ വർഷാവർഷം എത്ര കോടി രൂപയാണ് ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളുടെ നടത്തിപ്പിന്, അവിടുത്തെ സുരക്ഷയ്ക്ക് ഒക്കെ വിനിയോഗിക്കുന്നത്. അവിടുത്തെ ജീവനക്കാരുടെ ശമ്പളമടക്കം സർക്കാർ ഖജനാവിൽ നിന്നാണ് പോകുന്നത്. അക്കാര്യം പറഞ്ഞുകൊണ്ട് അത്തരം പ്രചാരണങ്ങളെയും കൂടെ അദ്ദേഹം തള്ളിക്കളയുന്നു. അതായത് മറ്റൊരു തരത്തിൽ നമുക്ക് പറഞ്ഞാൽ, വിശ്വാസികളെ ചേർത്ത് നിർത്തുന്നതാണ് സർക്കാർ നയം. അത് അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു ഉറപ്പിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രിയുടെ വാക്കിൽ നിന്ന്
വായിച്ചെടുക്കാൻ വേണ്ടി കഴിയുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ കല്ലും മുള്ളും കാലിക്കുമത്തെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കണ്ട് നമ്മൾ ശബരിമലയിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നത് തത്വമസി ഞാനാണ് എന്ന ഒരു മഹാസങ്കല്പമാണ്. ആ സങ്കല്പത്തെ ഉയർത്തിപ്പിടിക്കുന്ന ശബരിമല ഇനിയും മുകളിലേക്ക് ഉയരങ്ങളിലേക്കും ലോകപ്രശസ്തിയിലേക്കും പോകണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു നാഴികക്കല്ലായി ഈ ആഗോള അയ്യപ്പ സംഗമം മാറും എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഇത് പറഞ്ഞു വെച്ചത്. ശരി, VS അനുവാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. മുഖ്യമന്ത്രി വളരെ നിശിതമായ വിമർശനങ്ങൾ ഉന്നയിക്കുകയും സർക്കാരിന്റെ ഇത്തരം നയവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത വളരെ കൃത്യമായി മുഖ്യമന്ത്രി തന്നെ വരുത്തുകയും ചെയ്തിരിക്കുന്നു. വളരെ വിശാലമായ ഒരു പ്രസംഗത്തിൽ പല മേഖലകളിലൂടെ കടന്നു പോവുകയും ഭക്തൻ എന്താണ് എന്നതിൻ്റെ കൃത്യമായ ഒരു നിർവചനം മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ നിന്ന് മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. അത് വളരെ കൃത്യമായ ഒരു സന്ദേശമായി, പ്രത്യേകിച്ച് ആഗോള അയ്യപ്പ സംഗമത്തിനെതിരായി വരുന്ന തടസ്സങ്ങളെ എല്ലാം തന്നെ മറികടന്നാണ് സർക്കാർ ഇപ്പോൾ ഈ വേദിയിലേക്ക് ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായി പറഞ്ഞു വെക്കുകയായിരുന്നു മുഖ്യമന്ത്രി ചെയ്തത്. ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം കൂടി മുഖ്യമന്ത്രി കൂടുതൽ വ്യക്തതയോടെ ആ സദസ്സിൽ നിന്ന് പറയുകയും ചെയ്തു എന്നുള്ളതും ഒരുപാട് പുകമറകൾക്കുള്ള മറുപടി മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതുമാണ് VS അനു നമുക്കൊപ്പം പങ്കുവച്ച വിവരങ്ങളിൽ ഉള്ളത്. ബിനിൽ ലീല സാബുവിലേക്ക് കൂടി പോവുകയാണ്. ബിനിലും പമ്പയിൽ നിന്ന് തന്നെയാണ് ചേരുന്നത്. ബിനിൽ, വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ് കാറിലാണ് മുഖ്യമന്ത്രിക്കൊപ്പം ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് എത്തിയത്. നോക്കൂ, ഒരുപക്ഷെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനേക്കാൾ കൂടുതൽ വർദ്ധിത വീര്യത്തോടു കൂടി ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ വരുന്ന ഓരോ ക്രൂരമ്പുകളെയും തടുത്തു നിർത്തിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സാമുദായിക നേതാവാണ് വെള്ളാപ്പള്ളി. അദ്ദേഹം ഇന്ന് ഈ പ്രസംഗത്തിൽ ഉൾപ്പെടെ പറഞ്ഞതും മുഖ്യമന്ത്രിക്കൊപ്പമുള്ള വരവും എന്തൊക്കെയാണത്? ബിൽ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയും വെള്ളാപ്പള്ളി നടേശനും ഒരുമിച്ച് സ്റ്റേറ്റ് കാറിൽ 1-ാം നമ്പർ കാറിൽ ഒരുമിച്ചാണ് ഈ വേദിയിലേക്ക് എത്തിയത്. അതൊരു രാഷ്ട്രീയ സന്ദേശം കൂടിയായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും ഈ ആഗോള അയ്യപ്പ സംഗമം വലിയ വിജയമാണ് എന്ന് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വെക്കുന്നത്. ഇതിലേക്ക് UDF നേരത്തെ ബഹിഷ്കരിച്ചിരുന്നു. UDF അവർ ഇതിലേക്ക് ഒരു കൃത്യമായ നിലപാടെടുക്കാൻ പോലും കഴിയില്ല, ആ രീതിയിൽ UDF ചിഹ്ന ഭിന്നമായി പോയെന്ന കടുത്ത ഭാഷയിലുള്ള വിമർശനമാണ് വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ചത്. മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനെ വലിയ രീതിയിൽ പുകഴ്ത്തുകയും ചെയ്തു. അദ്ദേഹം അയ്യപ്പ ഭക്തനാണ് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. പ്രത്യേകിച്ച് ആ ചോദ്യം ചോദിച്ചപ്പോൾ 2 തവണ നേരത്തെ ശബരിമല ഉണ്ടായ സംഭവവാസങ്ങളിൽ വലിയ വിമർശനം സർക്കാർ നേരിട്ടതാണ്. ആ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, അതിനുശേഷം 2 തവണ പിണറായി വിജയൻ ശബരിമല വന്നല്ലോ, അദ്ദേഹം ഈ അയ്യപ്പ ഭക്തനാണെന്ന് തന്നെയാണ് വെള്ളാപ്പള്ളി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. അതിനൊപ്പം തന്നെ കോൺഗ്രസിനെ കടന്നാക്രമിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ ഒരു പുകഴ്ത്തൽ കൂടി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് LDF-ൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. മറ്റൊരാൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ കൂടി ഈ മുന്നണി സംവിധാനത്തെ ഇതിനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കെൽപ്പുള്ള ഒരേ ഒരു നേതാവ് പിണറായി വിജയനാണ്. അതുകൊണ്ട് അടുത്ത തവണയും അദ്ദേഹം തന്നെ അധികാരത്തിലെ മുഖ്യമന്ത്രിയായി വരുമെന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. എന്തായാലും വലിയ സന്തോഷത്തിലായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ ഉണ്ടായിരുന്നത്. അദ്ദേഹം തുടക്കത്തിൽ ആ പ്രസംഗത്തിലൊക്കെ അത് പറയുകയും ചെയ്തു. പ്രത്യേകിച്ച് ശബരിമല അതിന്റെ വികസനം നടപ്പിലാകണം, പ്രത്യേകിച്ച് അതിലേറ്റവും പ്രധാനമായി ശബരിമലയിലെ വരുമാനം വർദ്ധിക്കുക എന്നുള്ളതാണ്. ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ ഇവിടേക്ക് കൂടുതൽ ആളുകൾ എത്തുകയും അയ്യപ്പനെ ലോകം മുഴുവൻ കൂടുതൽ അറിയപ്പെടുകയും ചെയ്യും. അങ്ങനെ കൂടുതൽ ആളുകൾ ഇവിടേക്ക് വരുമ്പോൾ വരുമാനം വർദ്ധിക്കും. അത് ഇവിടെ പൊരി വിൽക്കുന്ന ആളുകൾക്ക് പോലും അതിന്റെ ഗുണമുണ്ടാകുമെന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. എന്തായാലും ഇതിൽ ആഗോള സംഗമം വലിയ വിജയത്തിനെ അവസാനിക്കുന്നു തന്നെയാണ് വെള്ളാപ്പള്ളി പറഞ്ഞു വെക്കുന്നത്. ബിനിൽ പറഞ്ഞതുപോലെ ഒരുപാട് രാഷ്ട്രീയ മാനങ്ങളുണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിന് എന്നുള്ളത് വളരെ കൃത്യമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ വെള്ളാപ്പള്ളിക്ക് ഒപ്പം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ് കാറിൽ തന്നെ കേരള സ്റ്റേറ്റ് 1-ാം നമ്പർ കാറിൽ തന്നെയുള്ള വെള്ളാപ്പള്ളിയുടെ ആ വരവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ വെള്ളാപ്പള്ളിയുടെ പ്രസംഗത്തിൽ ഏറ്റവും കൂടുതൽ ഊന്നിപ്പറഞ്ഞത് അദ്ദേഹം എന്താണ്? ശബരിമല ഒരു വിവാദ ഭൂമിയാക്കി മാറ്റേണ്ടതില്ല, അത്തരം ചർച്ചകൾ വേണ്ട എന്ന് തന്നെയാണ് വെള്ളാപ്പള്ളി പറയുന്നത്. പ്രത്യേകിച്ച് നിലവിൽ ഈ പരിപാടി കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത് ശബരിമലയുടെ വികസനമാണ്. ആ വികസനം നടപ്പിലാകണം. ആ വികസനം നടപ്പിലാകണമെങ്കിൽ ഇവിടെ കൂടുതൽ വരുമാനം ഉണ്ടാകണം. ആ വരുമാനം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഊന്നിപ്പറഞ്ഞ ഒരു കാര്യം. അതിന് നേരത്തെ ശബരിമലയിൽ കുറേ സംഭവവികാസം ഉണ്ടായതിനു ശേഷം ഭക്തരുടെ വരവൊക്കെ കുറയുകയും ചെയ്തതാണ്. പക്ഷേ ഈ ഒരു സംഗമത്തിലൂടെ കൂടുതൽ ആളുകളിലേക്ക് അല്ലെങ്കിൽ ആഗോളതലത്തിൽ
ആഴത്തിൽ അയ്യപ്പനെ അറിയും. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഭക്തർ വിശ്വാസികൾ ഇവിടേക്ക് വരികയും ശബരിമലയുടെ വലിയ വികസനം നടപ്പിലാക്കുകയും ചെയ്യും. നേരത്തെ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞത് ദേവസ്വം ബോർഡ് കീഴിലുള്ള പല ക്ഷേത്രങ്ങൾക്കും തനത് വരുമാനങ്ങളില്ല, അതിനെ സർക്കാരാണ് സഹായിക്കുന്നത്. അങ്ങനെ കൂടുതൽ സഹായം ലഭ്യമാകണമെങ്കിൽ പ്രത്യേകിച്ച് ശബരിമലയിലെ വരുമാനം വർദ്ധിക്കണം. ആ വർദ്ധിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കണം. പ്രത്യേകിച്ച് മാസ്റ്റർ പ്ലാൻ അദ്ദേഹം വിമർശനമായി ഉന്നയിച്ച ഒരു കാര്യം, ഇവിടെ വനഭൂമി ഏറ്റെടുക്കുമ്പോൾ എന്തെങ്കിലും നിർമ്മാണം നടത്തുമ്പോൾ വനം വകുപ്പ് അതിനെ എതിരെ വരാറുണ്ട്. അത്തരം ചർച്ചകൾ അല്ലെങ്കിൽ അത്തരം എതിരഭിപ്രായങ്ങൾ ഉണ്ടാകേണ്ടതില്ല, അതൊന്ന് പരിഹരിക്കണം. ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ശബരിമലയിൽ കൂടുതൽ വികസനം ഉണ്ടാവുകയുള്ളൂ. പ്രത്യേകിച്ച് റോപ്പ് വേയുടെ കാര്യം അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. റോപ്പ് വേ കാലങ്ങളായി പറഞ്ഞു കേൾക്കുന്ന ഒന്നാണ് റോപ്പ് വേ, പക്ഷേ അത് ഇനിയും നടപ്പിലാക്കിയിട്ടില്ല. അങ്ങനെ റോപ്പ് വേ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അദ്ദേഹത്തിന് 89 വയസ്സുണ്ട്. ഞാൻ മിക്ക കാലങ്ങളിലും ശബരിമലയിൽ പോകാറുള്ള ഭക്തനാണ്. പക്ഷേ ഇപ്പോൾ ഈ പ്രായമായ എനിക്ക് പോകാൻ കഴിയുന്നില്ല, റോപ്പ് വേ ഉണ്ടെങ്കിൽ പോകാൻ കഴിയുമല്ലോ എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അങ്ങനെ ശബരിമലയുടെ ആത്യന്തികമായ ഒരു വികസനത്തിൽ ഊന്നിയാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ സംസാരിച്ചത്. ഓക്കെ, ആത്യന്തികമായ വിമർശനത്തിൽ ഊന്നി സംസാരിക്കുകയും ചെയ്തു. അതേസമയം തന്നെ മുഖ്യമന്ത്രിയെ അദ്ദേഹം മുഖ്യമന്ത്രി ഒരു ഭക്തനാണ് എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്തു, മനസ്സിൽ ഭക്തിയുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്തു. ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു തുടർ ഭരണ ആശംസ കൂടി അദ്ദേഹം ഒരിക്കൽ കൂടി പരസ്യമായി നേർന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്കൊപ്പം സ്റ്റേറ്റ് കാറിലാണ് അദ്ദേഹം എത്തിയത് എന്നുള്ളതും അതിന് പ്രാധാന്യവും അതിന്റെ വ്യാഖ്യാന തലങ്ങൾക്കുള്ള അവസരങ്ങളും വർദ്ധിപ്പിക്കുകയാണ്. ബിനിൽ ലീല സാബുവാണ് പമ്പയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.